ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഇങ്ങ് വിട്ടു പോകുന്നുള്ളൂ. ഇനി ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2-3 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഹൽവ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവയാണ്. നമ്മൾ വീട്ടിൽ ഭൂരിഭാഗം ആൾക്കാരും വെറുതെ കളയുന്നതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലുള്ള ബെൽബട്ടൺ നടത്തി ഓളും കൂടെ ഞെക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബാ. നമ്മുടെ കഞ്ഞിവെള്ള ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ കഞ്ഞിവെള്ളമാണ്. ഇത് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ 500 മില്ലി, അതായത് 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നല്ല കൊഴുത്ത കഞ്ഞിവെള്ളമാണ്. മുകളിലുള്ള തെളി ഊറ്റി കളഞ്ഞ് നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം കേട്ടോ. പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൊഴുത്ത കഞ്ഞിവെള്ളം തന്നെ എടുക്കണം കേട്ടോ. തീരെ അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ അടിയിലുള്ള മട്ടൻ എന്നൊക്കെ പറയുമല്ലോ, ആ സാധനം മതി നമുക്ക്. അപ്പോൾ ഒരു കുറച്ച് കൂടുതൽ കഞ്ഞിവെള്ളം വേണ്ടി വരും നമുക്കത് കിട്ടാനായിട്ടേ. അപ്പോൾ അത് കഞ്ഞി ഊറ്റി കഴിയുമ്പോൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മട്ട അടിയിൽ ഊറി വരും. അപ്പോൾ മുകളിലത്തെ തെളിയും ഊറ്റി കളയാൻ എന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇത് ചേർക്കുന്നത് ഒരു 200 ഗ്രാം അരിപ്പൊടിയാണേ. അപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അത് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റൗ ഇപ്പം നിലവിൽ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സ്റ്റവ് കത്തിക്കേണ്ട സമയം ആകുന്നുള്ളൂ. അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന 1 നുള്ള് ഉപ്പാണ്. നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 നുള്ള് ഉപ്പ് ഇടുവാണ്. പിന്നെ ചെറിയ കളറിന് വേണ്ടി നമ്മൾ ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണ്. ഒരുപാട് കൂടിപ്പോയത് കേട്ടോ, ഒരു ശകലം മതി കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ പകുതി പോലും വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ അത്യാവശ്യം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങുന്നത്. ഇത് മിക്സ് ചെയ്യുന്നത് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ പാനിലേക്ക് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു ജസ്റ്റ് ഇത് കുറുകി വരുന്നതിനും വരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ശരിയായി വരുള്ളൂ. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സംഭവം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് കുറുകി വരുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ഇതിന് ചെറിയൊരു മഞ്ഞ കളറും ഉണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ചേർക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. വേറെ ഒരു കെമിക്കലോ അല്ലെങ്കിൽ കേടുകൂടാതിരിക്കാനുള്ള ഒരു സാധനങ്ങളോ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് പഞ്ചസാരയാണേ. പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ 200 ഗ്രാം പഞ്ചസാര നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുവാണേ. അപ്പോൾ ഒരു 200 ഗ്രാം പഞ്ചസാരയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത്. ഇത് കറക്റ്റ് മധുരം കേട്ടോ. ഇനി കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ ചേർത്താൽ മതി. ഇതിപ്പോൾ കൂടുതലും ഇല്ല കുറവുമില്ല, കൃത്യം മധുരമാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 3-4 ഏലക്ക പൊടിച്ചും കൂടെ നമ്മളത് ചേർക്കണം. തൊണ്ട് സഹിതമാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് കുറച്ച് ലൂസായി വരും. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഇത് കുറുകിക്കോളുവേ. അപ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി ശുദ്ധമായ നെയ്യാട്ടോ. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നെയ്യും കൂടെ ചേർത്ത് ഇളക്കി അത്യാവശ്യം ഇങ്ങനെ നെയ്യ് വിട്ട് വരുന്ന ഈ പരുവത്തിനായി കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കണം. കാഷ്യൂനട്ട് വറുത്ത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ വറക്കാതെ ചേർക്കണം. വറക്കാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു 50 ഗ്രാം ചേർത്തുന്നുണ്ട്. കാഷ്യൂനട്ടോ അല്ലെങ്കിൽ തേങ്ങക്കത്തോ എന്ത് വേണം നമുക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കേസേ ഉള്ളൂ. നമ്മുടെ ഹൽവയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത്ര ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്പൂണിൻ്റെ ഒരു സ്പൂണേൽ കുറച്ച് എണ്ണ പുരട്ടി, എണ്ണ അല്ലെങ്കിൽ നെയ്യ് പുരട്ടിയിട്ട് അതൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. ഷേപ്പാക്കി കൊടുത്താൽ മതി. നമ്മുടെ കഞ്ഞിവെള്ള ഹൽവ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം ഇത് തിരിച്ചിങ്ങനെ ഇടുക. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഇങ്ങ് വിട്ടു പോകുന്നുള്ളൂ. ഇനി ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ. നമ്മുടെ കഞ്ഞിവെള്ള ഹൽവ ഞാൻ 2-3 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഇത് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ പറയുകയാണെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കാണാം. താങ്ക് യു.